ഇനി കോട്ടയം ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ആകെ വെള്ളക്കെട്ടാണ്. ജില്ലയിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നിലവിൽ 333 കുടുംബങ്ങളാണ് 46 ക്യാമ്പുകളിലായി കഴിയുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ജോസി, നേരത്തെ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന്. പല താഴ്ന്ന പ്രദേശങ്ങളിലും വലിയ വെള്ളക്കെട്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത്തരം ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതായും വന്നിട്ടുണ്ട്. നിലവിൽ എന്തൊക്കെയാണ് ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോഴും വ്യാപകമായി തന്നെ മഴ തുടരുന്നുണ്ടോ ജോസി? ജിൽസി, ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പ്രകാരം 36 ക്യാമ്പുകളായിരുന്നു ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 46 ക്യാമ്പുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. 300-ൽ പരം കുടുംബങ്ങളെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്രത്തോളം രൂക്ഷമാണ് ജില്ലയിലെ മഴക്കെടുതി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ആർപ്പൂക്കര, കുമരകം, ഐമനം, തിരുവാർപ്പ് പഞ്ചായത്ത്, അതോടൊപ്പം കോട്ടയം നഗരസഭയുടെ കാരാപ്പുഴ പ്രദേശങ്ങൾ, വിജയപുരം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ, വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലേക്കും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മീനച്ചിലാറ്റിലെയും മണിമലയാറ്റിലെയും അതോടൊപ്പം മൂവാറ്റുപുഴയാറിനെയും കൈവഴികൾ നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന അവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം നാഗമ്പടത്തോട് ചേർന്നിട്ടുള്ള ആറ്റുമാലി പ്രദേശം. ഇവിടെയും മീനച്ചിലാറിനോട് ചേർന്ന പ്രദേശമാണ്. ഈ ഭാഗത്തേക്ക് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്ക് വീടുകളുണ്ട്. രാവിലെ നമ്മൾ ലൈവിൽ നമ്മളോടൊരു യുവതി സംസാരിച്ച ഈ സ്ഥലത്ത് നിന്നാണ്. ഈ ഭാഗത്തേക്ക് 100-ലധികം വീടുകളുണ്ട്. പലരും ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ദൂരദൃശ്യങ്ങളിലേക്ക് കാണുന്ന ഭാഗത്തേക്കൊക്കെ അരയ്ക്ക് മുകളിലേക്ക് വെള്ളമുണ്ട്. ഈ പല ആളുകളും ഇങ്ങനെ ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലും ഇപ്പോൾ കഴിയുന്നുണ്ട്. കൂടുതൽ പേർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. ജില്ലയുടെ പൊതുവായ സ്ഥിതിയാണ് ഇങ്ങനെ. താഴ്ന്ന പ്രദേശങ്ങളൊക്കെയും വെള്ളക്കെട്ട് ഇത്തരത്തിൽ രൂക്ഷമായി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെയും സാരമായി അവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ പകലും ഇടവിട്ട് മഴ ശക്തമായി പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളം മറിഞ്ഞ് 2 പേർ കൊല്ലാട് മരണപ്പെട്ടിരുന്നു. ഇതുപോലെ അനിഷ്ട സംഭവങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പലയിടത്തും വൈദ്യുതി തകരാറ് പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മരം വീണ് പലയിടത്തും വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു. എന്തായാലും ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മട വീണ് ഐമനം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ കൃഷിക്കായി ഒരുക്കിയിരിക്കുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറിയിരുന്നു. അത്തരത്തിൽ മഴ വലിയ ദുരിതമാണ് ജില്ലയിൽ ആകെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് യെല്ലോ അലേർട്ടാണ്. എങ്കിൽ കൂടിയും കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും മഴ ഇടവിട്ട് തുടരുകയാണ്. ക്യാമ്പുകളിൽ കൂടുതൽ ആളുകൾ എത്തുകയാണെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളും അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഓരോ കേന്ദ്രങ്ങൾ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും ജില്ലയിൽ ഇപ്പോഴും ഇടവിട്ട് മഴ തുടരുന്നു. അത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ കാഞ്ഞിരപ്പള്ളി, അതോടൊപ്പം തന്നെ നേരത്തെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കുട്ടിക്കലടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെയും ശക്തമായ മഴ ലഭിച്ചിരുന്നു. മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുന്നതും അവിടെ നിന്നും പുഴകളിലൂടെ വെള്ളം ഈ നദികളിലൂടെയും ചെറുതോടുകളിലൂടെയും ഒക്കെ ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിൽ എത്തുന്നതാണ്. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകാൻ കാരണം. പലയിടത്തും ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട്. കോട്ടയം കുമരകം പാതയിൽ ഇല്ലിക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വാർത്ത നമ്മൾ ഇന്നലെ പങ്കുവച്ചതാണ്. അതുപോലെ ഇല്ലിക്കൽ ആ പാതയിലേക്ക് പലയിടത്തും ഇതുപോലെ വെള്ളക്കെട്ട് മൂലം ചെറുവാഹനങ്ങൾക്ക് യാത്രാ തടസ്സം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായും ജില്ലയിൽ നിന്നും മഴ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ വെള്ളം പൂർണ്ണമായും ഇറങ്ങുകയോ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ 2-3 ദിവസം തെളിഞ്ഞ കാലാവസ്ഥ വേണം. ആ നിലയ്ക്ക് മാത്രമായിരിക്കും നമുക്ക് ജില്ലയിലെ സാധാരണക്കാരുടെ ജീവിതം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരാണ് ഇപ്പോൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്.